ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭാരതമെമ്പാടും ഉള്ള വിശ്വാസികൾ എടുക്കുന്ന ഒരു വ്രതമാണ് പൗർണമി വ്രതം. ഭഗവാൻ മഹാവിഷ്ണുവിനെ വ്രതമെടുത്ത് പൗർണമി ദിനത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്. മഹാദേവനെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. സത്യനാരായണ പൂജ ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ വേലായുധ സ്വാമിയെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അമ്മ മഹാമായയെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അതായത് പൗർണമി ദിവസം വിഷ്ണുഭക്തർ വളരെ വിശേഷമായി കണക്കാക്കുന്നു. ശിവഭക്തർ വളരെ വിശേഷമായി കണക്കാക്കുന്നു. സത്യനാരായണ പൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശ്വാസത്തിൽപ്പെട്ട ആളുകളും പൗർണമി ദിവസം വളരെ പുണ്യമായ ദിവസമായി കണക്കാക്കുന്നു. ദേവി ഉപാസനയ്ക്ക് വളരെ പേരുകേട്ടതാണ് പൗർണമി വ്രതം. കേരളത്തിൽ പൊതുവെ പൗർണമി വ്രതം അനുഷ്ഠിച്ചാൽ മഹാദേവിയുടെ അപാരമായ കാരുണ്യം നമുക്ക് ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. നവംബർ 15-ാം തീയതിയാണ് പൗർണമി വ്രതം ആചരിക്കേണ്ടത്. വ്രതം എടുക്കുന്ന എല്ലാവരും തന്നെ 14-ാം തീയതി സാധാരണ എല്ലാ വ്രതത്തിലും ചെയ്യുന്നത് പോലെ ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിച്ച് മത്സ്യമാംസാദികളൊക്കെ വർജിച്ച് ബ്രഹ്മചര്യത്തിൽ ഇരിക്കണം. നാമം ജപിക്കണം, പ്രാർത്ഥിക്കണം. സന്ധ്യയ്ക്ക് മുമ്പ് ഗോതമ്പോ മറ്റു പഴവർഗ്ഗങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിച്ച് നിർത്തുക. പൗർണമി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് പ്രാർത്ഥിക്കുക. ക്ഷേത്ര ദർശനം വളരെ ഉത്തമമാണ്. ദേവീക്ഷേത്ര ദർശനമാണ് നടത്താനായി ഉദ്ദേശിക്കുന്നതെങ്കിൽ ദേവിക്ക് പ്രീതികരമായ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ഭഗവതി സേവ നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ദേവിക്ക് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. പൗർണമി വ്രതം എടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പല രീതിയിലാണ് എടുക്കുന്നത്. ഓരോരുത്തരുടെയും സാഹചര്യവും ആരോഗ്യവും അനുസരിച്ച് നമ്മുടെ വ്രതത്തെ ക്രമപ്പെടുത്താം. ചിലർ പൂർണ്ണമായ ഉപവാസത്തിലിരിക്കുന്നു. ചിലർ സന്ധ്യ വരെ ഉപവസിക്കുന്നു. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ആഹാരം കഴിക്കുന്നു. പഴവർഗ്ഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നു. അതല്ലെങ്കിൽ ഉണക്കലരി ചോറ് വെച്ചിട്ട് അത് കഴിക്കുന്നു. മുളകോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി കഴിക്കുന്നു. ചിലർ രാവിലെയും സന്ധ്യയ്ക്ക് മുമ്പും പഴവർഗ്ഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ചോറ് മേടിച്ച് കഴിക്കുന്നു. അതല്ലെങ്കിൽ വീട്ടിൽ ഉണക്കലരി വറ്റിച്ച് അത് മുളകൊക്കെ കൂട്ടി കഴിക്കുന്നു. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമ്മുടെ വ്രതത്തെ ക്രമപ്പെടുത്തുക. 3 നേരവും പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചിരിക്കുന്ന ആളുകളുണ്ട്. എന്തായാലും പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. വ്രതനിഷ്ഠയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമാണ് ലഭിക്കുന്നത്. അടുപ്പിച്ചൊരു 18 പൗർണമി വ്രതം എടുത്താൽ നമ്മുടെ ഉദ്ദിഷ്ട കാര്യസിദ്ധി, നമ്മൾ എന്താഗ്രഹിച്ചാണോ വ്രതം എടുക്കുന്നത് അതിനൊരു ഫലമുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. വ്രതം എടുത്ത് പിറ്റേ ദിവസം, അതായത് പൗർണമിയുടെ പിറ്റേ ദിവസം രാവിലെ കുളിച്ച് പ്രാർത്ഥിച്ച് നാമം ജപിച്ച് തീർത്ഥം കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. ഇങ്ങനെയാണ് പൗർണമി വ്രതം എടുക്കുന്നത്. ലളിതാ സഹസ്രനാമം ജപിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയ ഉത്തമമാണ്. ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഒരിക്കലും വെറും തറയിലിരുന്ന് ജപിക്കരുത്. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി ജപിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ വീട്ടിലാണെങ്കിൽ ഒരു പായിട്ടിട്ട് വേണം അതിൻ്റെ മുകളിലിരുന്ന് വേണം ജപിക്കാനായിട്ട്. വെറും തറയിലിരുന്ന് ജപിക്കരുത്.
ഭക്തിയോടുകൂടി ജപിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഭഗവതിയുടെ ആ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച് ജപിക്കുക. അത് വളരെയധികം ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. അമ്മ മഹാമായ ഒരു മനുഷ്യൻ്റെ ലൗകിക ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ സാധിച്ചു തരുമെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളുണ്ടാകും. പൈസയുടെ ബുദ്ധിമുട്ടുണ്ടാകാം, രോഗദുരിതം കാണും, അതല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹം നടക്കുന്നില്ല, അതല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ജോലി കിട്ടുന്നില്ല. ഇതിനൊക്കെ ഒരു പരിഹാരം അമ്മ മഹാമായ സാധിച്ചു തരുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം സ്ത്രീകൾ പൗർണമി വ്രതം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. കൂടുതലായിട്ടും സ്ത്രീകളാണ് ഈ വ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ പുരുഷന്മാർക്കും പ്രാർത്ഥിക്കാം, അതിലൊന്നും ദോഷമില്ല. അങ്ങനെയാണ് പൗർണമി വ്രതം എടുക്കേണ്ടത്. നാമം ജപിക്കുക, ലളിതാ സഹസ്രനാമം ജപിക്കുക. ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ച് വ്രതം എടുക്കുകയാണെങ്കിൽ 18 വ്രതം എടുക്കാമെന്ന് നിശ്ചയിക്കുക. അതിനുള്ളിൽ തന്നെ അമ്മ മഹാമായ നമുക്ക് സാധിച്ചു തരും. സാധിച്ചു തന്നാലും ആ വ്രതം 18 എണ്ണം പൂർത്തിയാക്കണം. അതുപോലെ വരാഹി ദേവിക്ക് വളരെ വിശേഷമാണ് പൗർണമി പൂജ. ഇവിടെ തിരുവനന്തപുരത്ത് ഒരു വരാഹി ക്ഷേത്രമുണ്ട്, പഞ്ചമി ക്ഷേത്രം. പൗർണമി ദിവസം വളരെ വിശേഷമാണ്. അവിടെ ഒരുപാട് ഭക്തജനങ്ങൾ അവിടെ വന്ന് വരാഹി ദേവിക്ക് തേങ്ങാദീപവും, അതുപോലെ തന്നെ ഭദ്രയുണ്ട്, ഭദ്രയ്ക്ക് നവഗ്രഹ വിളക്കും സമർപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു നടയിൽ തന്നെ, അതായത് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഭദ്രയും അതുപോലെ തന്നെ വരാഹിയും, ഭദ്ര എന്ന് ഉദ്ദേശിച്ചത് ഭദ്രകാളിയല്ല, ദുർഗയും വരാഹി ദേവിയും അടുത്തടുത്ത് ഇരുന്നിട്ടാണ് ദർശനം അരുളുന്നത്. ധാരാളം ഭക്തജനങ്ങളാണ് അവരുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ദേവിയെ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് അനുഗ്രഹം ലഭിച്ചതിൻ്റെ ഫലമായിട്ട് വന്നിട്ടുമൊക്കെ ഈ വഴിപാട് ചെയ്യുന്നത്. അടുപ്പിച്ച് അവർ കുറേ നാൾ ഇങ്ങനെ ചെയ്യും. എല്ലാ മാസത്തിലും ഒന്ന്, അതല്ലെങ്കിൽ ആഴ്ചയിലൊന്ന്, അങ്ങനെയൊക്കെ പറഞ്ഞ് വന്ന് ചെയ്യാറുണ്ട്. ഈ പൗർണമി ദിവസം, പഞ്ചമി ദിവസമൊക്കെ ഭയങ്കര തിരക്കാണ് അവിടെ. നമ്മൾ പേട്ട ആനേറ പോകുന്ന വഴിക്കാണ് ഈ പഞ്ചമി ക്ഷേത്രമുള്ളത്. ഓരോ തവണയും നമ്മൾ ചെല്ലുമ്പോൾ ജനം വർദ്ധിച്ച് വരുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാനൊരിക്കൽ അവിടെ പോയപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ, കണ്ണൂർ, കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് അവരവരുടെ അനുഭവം പറഞ്ഞ് ഇങ്ങനെ കരയുന്നത് ഞാൻ കണ്ടു. ഞാൻ ഇടയ്ക്കൊക്കെ പോയി തൊഴാറുണ്ട് ആ ക്ഷേത്രത്തിൽ. ഒരുപാട് ആളുകളാണ് വരുന്നത്. അവർക്ക് ഭയങ്കരമായ അനുഭവങ്ങളാണ് ദേവിയെ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതെന്നാണ് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് വഴിപാടുകൾ ചെയ്യാനായിട്ട് അവർ വരുന്നതാണ്. വളരെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണത്. വരാഹി ദേവിയെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്നാണ് ഫലം ലഭിക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം ദേവി ക്ഷിപ്രപ്രസാദിനിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കോപിക്കുകയും ചെയ്യും. രാത്രിയുടെ ദേവതയാണ്. ലളിതാ ത്രിപുര സുന്ദരിയുടെ സർവ്വസൈന്യാധിപയാണ് പഞ്ചമി ദേവി അല്ലെങ്കിൽ വരാഹി ദേവി. ലളിതാ സഹസ്രനാമത്തിൽ ധാരാളം ഭാഗങ്ങളിൽ വരാഹി ദേവിയെ പറ്റി പറയുന്നുണ്ട്. പഞ്ചമി, ദണ്ഡനാഥ, സങ്കേത, സമയേശ്വര, വരാഹി, മഹാസേന, ഇങ്ങനെയൊക്കെ വർണ്ണിക്കുന്നത് ദേവിയെ പറ്റിയാണ്. സപ്തമാതാക്കളിൽ 5ാമത്തെ മാതാവാണ് വരാഹി ദേവി. ലളിതാ ത്രിപുര സുന്ദരിയുടെ സർവ്വസൈന്യാധിപയാണ് മഹാദേവി. കലപ്പയാണ് ദേവിയുടെ ആയുധം. നെയ്ദീപം കത്തിച്ച് ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ദേവിക്ക് ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, കപ്പ, കപ്പലണ്ടി, അതുപോലെ തന്നെ മാതളം, വാഴപ്പഴം, ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വിശേഷമാണ്.
ചക്കരപ്പൊങ്കൽ അത് ദേവിക്ക് വളരെ വിശേഷമാണ്. മുല്ലപ്പൂക്കൾ ദേവിക്ക് വളരെ വിശേഷമാണ്. നീല ശംഖുപുഷ്പം ദേവിക്ക് വളരെ വിശേഷമാണ്. ധാരാളം ഭക്തർ ഈ ദിവസം വരാഹി ദേവിയെ പ്രാർത്ഥിച്ച് വ്രതമെടുക്കാറുണ്ട്. ലളിതാ സഹസ്രനാമം തന്നെയാണ് ദേവിയെ പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും ഉത്തമമായ നാമം. അതല്ലെങ്കിൽ ഓം പഞ്ചമിയെ നമ, ഓം വരാഹിയെ നമ, ഓം സ്വർണ്ണവരാഹിയെ നമ, ഇതൊക്കെ നമുക്ക് ജപിക്കാവുന്നതാണ്. എന്തായാലും എന്ത് പ്രാർത്ഥിച്ചാലും എന്ത് നാമം ജപിച്ചാലും പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുമുള്ളത്. ലൗകിക ജീവിതം നയിക്കുന്ന മനുഷ്യർക്ക് അനുഷ്ഠിക്കാൻ കഴിയുന്ന വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്രതം തന്നെയാണ് പൗർണമി വ്രതം. ഇന്ന് ധാരാളം ആളുകൾ ഈ വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് ദേവീക്ഷേത്രങ്ങളിലൊക്കെ പൗർണമി വ്രതം അനുഷ്ഠിക്കുന്നവരുടെ കൂട്ടായ്മകളൊക്കെയുണ്ട്. അവരന്നേ ദിവസം ക്ഷേത്രത്തിൽ വന്നിരുന്ന് ലളിതാ സഹസ്രനാമം ജപിക്കുകയും പ്രാർത്ഥിക്കുകയും പൂജകളിൽ പങ്കെടുക്കുകയും ഒക്കെ ഒരു കൂട്ടമായിട്ടിരുന്ന് ചെയ്യുന്നതും പല ക്ഷേത്രങ്ങളിലും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളവരൊക്കെ ഈ പൗർണമി ദിവസം ഇതേ രീതിയിൽ പ്രാർത്ഥിച്ച് ഭഗവതിയെ ആരാധിക്കുന്നത് വളരെ ഉത്തമമാണ്. ഭഗവതിക്ക് മാത്രമല്ല, ശൈവഭക്തർക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം, വിഷ്ണു ഭക്തർക്ക് വിഷ്ണുവിനെ പ്രാർത്ഥിക്കാം. അതല്ല, മുരുകദേവനും വളരെ പ്രധാനമാണ് പൗർണമി. സത്യനാരായണ പൂജ ചെയ്യാനായിട്ട് വളരെ വിശേഷമാണ്. അങ്ങനെ സർവ്വദൈവങ്ങൾക്കും വിശേഷമുള്ള ദിവസമാണ് പൗർണമി. അതുപോലെ തന്നെ ചന്ദ്രദശാകാലം അനുഭവിക്കുന്നവർ, ജാതകത്തിൽ ചന്ദ്രൻ്റെ ദോഷമുള്ളവർ, ജാതകത്തിൽ ചന്ദ്രൻ ബലം കുറഞ്ഞു നിൽക്കുന്നവർ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണ്ടാകാതെ എപ്പോഴും ഇങ്ങനെ ഓരോ തടസ്സങ്ങളുമായി ഇരിക്കുന്ന മനുഷ്യർക്കൊക്കെ പൗർണമി വ്രതം എടുത്ത് പ്രാർത്ഥിച്ചാൽ നമ്മുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പറ്റുന്നവരൊക്കെ തന്നെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുക. അതല്ലെങ്കിൽ ആ ദിവസത്തെ പ്രത്യേകത മനസ്സിലാക്കി ലളിതാ സഹസ്രനാമം ജപിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. ഭാഗവതം കഥകൾ നമ്മൾ ഇടുന്നുണ്ട്. എല്ലാവരും കഥകളും കൂടെ കേൾക്കണം. എന്നും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ.